വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മധ്യേഷ്യ അശാന്തം. ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. യുദ്ധസമാന സാഹചര്യത്തിലേക്ക് മേഖല നീങ്ങുകയാണെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ രാത്രി ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേലിൽ 2 പേർ കൊല്ലപ്പെടുകയും 60 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തി. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയെ ആശങ്കയിലാഴ്ത്തി ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയാണ്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ടെൽ-അവീവിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ടായി. 100 കണക്കിന് മിസൈലുകളാണ് ഇസ്രയേൽ ലക്ഷ്യമാക്കി ഇറാൻ വർഷിച്ചത്. ടെൽ-അവീവിലും ജെറുസലേമിലും അടക്കം ഇറാൻ മിസൈലുകൾ പതിച്ചതായാണ് വിവരം. 60ഓളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. മിസൈലുകളിൽ ഭൂരിപക്ഷവും പ്രതിരോധിച്ചതായി ഇസ്രയേൽ വ്യക്തമാക്കി. Last night, the state of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear. ഇന്നലെ പുലർച്ചെ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാനിൽ 78 പേർ കൊല്ലപ്പെട്ടതായി യുഎനിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. Military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. അതേസമയം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ലെന്നാണ് വിവരം. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ പ്രതികരണം. ഇതിനു പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്തി. ഇറാന്റെ നതാൻസ് ആണവ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം ഇസ്രയേൽ തകർത്തു. 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ ശേഷിയുള്ള ഭാഗമാണിത്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളായ ഫോർദോയിലും ഇസ്ഫഹാനിലും ഇസ്രയേലിന്റെ ആക്രമണമുണ്ടായി. ഇറാനിലെ സഞ്ചാനിലുള്ള ആർമി ബേസിലും ഇസ്രയേൽ ബോംബാക്രമണം നടത്തിയതായി വിവരമുണ്ട്. ഇറാൻ വീണ്ടും ആക്രമിക്കുമെന്ന സൂചനകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ബങ്കറിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ട്. സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാരെയോ താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളെയോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഭയാനകമായിരിക്കുമെന്നാണ് യുഎസിന്റെ മുന്നറിയിപ്പ്. ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് അറിവുണ്ടായിരുന്നെങ്കിലും തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരു പങ്കുമില്ലെന്ന് യുഎസ് ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടെ സമാധാനം നിലനിർത്താനുള്ള പരിശ്രമം ഉണ്ടാവണമെന്ന് യുഎൻ ആവശ്യപ്പെട്ടു. The Secretary General asks both sides to show maximum restraint, avoiding at all costs a descent into deeper conflict, a situation that the region can hardly afford. സ്ഥിതിഗതികൾ രൂക്ഷമായതിനു പിന്നാലെ അറബ് രാഷ്ട്രത്തലവന്മാരും ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, ഇറാന്റെ പ്രത്യാക്രമണമാണ്. അതെപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനെ സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ കാര്യമായ കാഷ്വാലിറ്റീസ് ഇല്ല. എന്നാൽ പുതിയ ദൃശ്യങ്ങളനുസരിച്ച് ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. അതായത് ആക്രമണം പ്രതീക്ഷിച്ച തന്നെയായിരുന്നു. ഇതിന്റെ ഭാഗമായി ടെൽ-അവീവിലടക്കം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല കെട്ടിടങ്ങളും തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 60ഓളം പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. 2 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതേസമയം ഇതിന് ഭാഗമായി വീണ്ടും ഇസ്രായേൽ ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് നതാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തിൽ വലിയ രീതിയിൽ കേടുപാട്
കേടുപാടുകൾ ഇസ്രായേലിന്റെ ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഭൂഗർഭ അറകളിലെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് തകരാറ് സംഭവിച്ചതായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒപ്പം തന്നെ ഫോർഡോ, ഇസ്ഫഹാൻ എന്നീ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഇറാന്റെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റാഫേൽ ഗ്രോസി ഇതുമായി ബന്ധപ്പെട്ട UN സെക്യൂരിറ്റി കൗൺസിലിനെ ഇക്കാര്യം അറിയിച്ചതായിട്ടുള്ള സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ടെഹ്റാൻ വിമാനത്താവളത്തിലും സമാനമായ രീതിയിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാരണം നേരത്തെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തിയിരുന്നു. അയൺ ഡോമുകൾ അടക്കം നിർത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാകവചമായിരുന്നു, ഇത്തരത്തിൽ പ്രതിരോധ കവചമായിരുന്നു ഇസ്രായേൽ തീർത്തത്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് ചില ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇസ്രായേലിന്റെ സെൻട്രൽ ഇസ്രായേൽ ഭാഗത്തും ഒപ്പം തന്നെ ജെറുസലേമിലും ഒക്കെ ടെൽ അവീവിലും ഒക്കെ പതിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇത് വലിയ രീതിയിൽ ഇസ്രായേലിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ളവർ ബങ്കറിലേക്ക് നീങ്ങിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഇത് ചൊടിപ്പിച്ചതിന് പിന്നാലെയാണ് വീണ്ടും കൂടുതൽ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവിടെയും കനത്ത രീതിയിലുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ ഉണ്ടായ രീതിയിൽ സമാനമായ രീതിയിൽ ഉള്ള ആക്രമണം ടെഹ്റാനിലും മറ്റിടങ്ങളിലേക്ക് കേന്ദ്രീകരിച്ചും ഉണ്ടായതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഘർഷം അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു തരത്തിലും ഇറാൻ ഇത്തരത്തിൽ ഒരു ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് വരെ ഈ സംഘർഷം തുടർന്നു പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇപ്പോഴത്തെ ഈ സംഘർഷം നീങ്ങുമെന്നാണ് കരുതുന്നത്. ശരി, MG മിഥുൻ വിവരങ്ങൾ പങ്കുവച്ചു. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 5 നാൾ. നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ചിരുന്ന വാഹനം തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധിച്ചതിനെ ചൊല്ലി വിവാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. CPMന്റെ രാഷ്ട്രീയ ഗൂഢാലോചന എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഉദ്യോഗസ്ഥരെ രാഹുൽ ഭീഷണിപ്പെടുത്തിയത് താന്തോന്നിത്തരമെന്ന് CPM വിമർശിച്ചു. സാധാരണ പരിശോധന മാത്രമായിരുന്നുവെന്നും സഹകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടിമുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോനാപ്പേട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിക്കുന്നില്ല, ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. എംപിമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല, എംപിമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം. നിലമ്പൂർ മണ്ഡലത്തിന്റെ അതിർത്തിയായ വടപുറത്ത് ഇന്നലെ രാത്രിയായിരുന്നു വാഹന പരിശോധന. MPയെയും MLAയും തിരിച്ചറിഞ്ഞിട്ടും അവഹേളിക്കാനായിരുന്നു പരിശോധനയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. കാറിൽ നിന്ന് പെട്ടിയെടുത്ത് പുറത്തു വച്ചിട്ടും പരിശോധിക്കാത്തതാണ് ചോദ്യം ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കയർത്തു. രാഹുൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ട, രണ്ടും കൂടെ വേണ്ട, വേഷം കെട്ട പണിയെടുക്കണമെങ്കിൽ CPMന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാണ് ചോദ്യം ചെയ്തതെന്നും പാരിതോഷികം നൽകേണ്ട ജനങ്ങളാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും, ജനങ്ങൾ പാരിതോഷികം കൊടുക്കും, ജനങ്ങൾ അതിന്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. രാഹുലിന്റേത് തോന്നിയവാസമെന്നും എന്തിന് പരിശോധനയെ ഭയപ്പെടുന്നുവെന്നും CPM ചോദിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്നത് ആരെയും ഭീഷണിപ്പെടുത്താൻ പാടില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഇതിന് മാത്രം പരാതി, LDFന് ഒരു പരാതി, UDFന് പരാതി, അങ്ങനെ പറയുന്ന വല്ല കാര്യമുണ്ടോ? ആരെങ്കിലും അതായത് ഉദ്യോഗസ്ഥന്മാർ അവരെ പണിയിൽ നടത്തുന്നത്, അവർ പണി നടത്തുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുന്നതിനാ താൻ തോന്നി കളിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി അതിരുകടന്നതെന്ന വിലയിരുത്തൽ കോൺഗ്രസിനുമുണ്ട്. എന്നാൽ പരസ്യമായി തള്ളിപ്പറയാൻ നേതൃത്വം തയ്യാറല്ല. ഡിക്കി പരിശോധിച്ചതിനാ ഡിക്കി പരിശോധിച്ചത്, അവർക്കൊന്നും മറച്ചു വെക്കാനല്ല. അതുകൊണ്ട് വെട്ടി പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചിട്ട് റെക്കോർഡാക്കി എവിഡൻസ് ആക്കാനാണ് അവർക്ക്. UDFന്റെ MPമാരും MLAമാരും സഞ്ചരിക്കുന്ന വാഹനങ്ങൾ പരിശോധന നടത്തി അതിലൂടെ വല്ല പണവും കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. മന്ത്രിമാരുടെയും K രാധാകൃഷ്ണൻ MPയുടെയും മുതിർന്ന നേതാക്കളുടെയും വാഹനങ്ങൾ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളും CPM പുറത്തുവിട്ടു. ന്യൂസ് 18 നിലമ്പൂർ.
പ്രചരണം അവസാനിക്കാൻ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ UDF-നായി പ്രിയങ്ക ഗാന്ധിയും LDF-നായി മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിൽ. UDF-ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ പ്രഖ്യാപിച്ചത് ചർച്ചയാക്കി ലീഗിലും സമസ്തയിലുമുള്ള അസംതൃപ്തി മുതലാക്കാനാണ് LDF നീക്കം. ജമാഅത്തെ ഇസ്ലാമി അസോസിയേറ്റഡ് കക്ഷിയാക്കിയത് ലോകത്ത് കേരളത്തിൽ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമി നിലപാട് തിരുത്തി എന്ന് പറയുന്നത് അവരെ വെള്ളപൂശാനാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിമർശിച്ചു. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ അടയാളപ്പെടുത്തും. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വർഗീയ, എല്ലാ അർത്ഥത്തിലും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ പിന്തുണ നൽകി അവരെ ഒപ്പം ചേർത്ത് അസോസിയേറ്റാക്കി മാറ്റിയ ആദ്യത്തെ പാർട്ടി അത് കേരളത്തിലെ UDF ആണ്, കോൺഗ്രസും ലീഗുമാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു മഹാസഭയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളില്ല അന്നേ പറഞ്ഞു. എന്നിട്ട് അതിപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം വർഗീയ നിലപാടിനെ മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലേക്ക് മാറ്റി വേറൊരു വർഗീയതയാണ് ശക്തിപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കള്ള പ്രചരണത്തിന് എന്തെങ്കിലും അടിസ്ഥാനം വേണം. വിമർശനത്തിൽ പ്രതിരോധം തീർക്കെയാണ് മുസ്ലിം ലീഗ്. ജമാഅത്തെ ഇസ്ലാമിയെ 30 വർഷം കൂടെ കൂട്ടിയത് LDF-ആണ്. വഖഫ് ബോർഡിൽ സമസ്തയ്ക്ക് മുന്നേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇടം നൽകിയത് ഇടതുപക്ഷമാണെന്നും PMA സലാം ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. 10-30 കൊല്ലത്തിലധികം ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധത്തിൽ എല്ലാ അംഗീകാരവും കൊടുത്തുകൊണ്ടാണ് CPM ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് വെൽഫെയർ പാർട്ടി ഇല്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി നല്ല ബന്ധം. കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത, ആ സമസ്തക്ക് കൊടുക്കാതെ വഖഫ് ബോർഡിൽ അംഗത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിക്കാണ് ഇടതുപക്ഷ ഭരണം. പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനായിരുന്ന സമയത്ത്, അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2006 ഗവൺമെന്റ് കേരളത്തിൽ വഖഫ് ബോർഡ് ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് നോമിനേറ്റ് ചെയ്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധികളാണ് സമസ്തക്ക് പകരം. പാഠപുസ്തക കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ സമസ്തക്ക് അംഗത്വം കൊടുത്തില്ല, കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി പാലോളി കമ്മിറ്റി ഉണ്ടാക്കി. 13ഓളം മുസ്ലിം സംഘടനകൾക്ക് അതിൽ അംഗത്വം കൊടുത്തിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനകളായ സമസ്തക്കും മുസ്ലിം ലീഗിനും കൊടുത്തില്ല. ബാക്കി മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിക്കും PDPക്കും അടക്കം എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തിട്ടാണ് പാലോളി കമ്മിറ്റി ഉണ്ടാക്കിയത്. കോൺഗ്രസിനും ലീഗിനും അവസരവാദ നിലപാടാണെന്ന വിമർശനവുമായി സമസ്ത മുഖപത്രം കൂടി രംഗത്ത് വന്നതോടെ സ്കൂൾ സമയമാറ്റ വിഷയവും അവസാന ലാപ്പിൽ ചർച്ചയാവുകയാണ്. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഏറ്റവും ഒടുവിൽ നിലമ്പൂരിലുള്ളത് പെട്ടിവിവാദമാണ്, പരിശോധനയാണ്. അതിൽ കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്പം പ്രതിരോധത്തിലാണെന്ന് തോന്നുന്നു. ഒപ്പം മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് ഈ അവസാന ലാപ്പിൽ കടന്നു വരുന്നത്? രഞ്ജിത്ത്, ഓരോ ദിവസവും ഓരോ വിഷയം എന്ന വണ്ണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും വാഹന പരിശോധനയും തുടർന്നുള്ള പെട്ടി വിവാദവും കൂടി വന്നതോടെ നിലമ്പൂരിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അതായി മാറുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ സുപ്രഭാതത്തിൽ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമെന്ന തരത്തിലുള്ള മുഖപ്രസംഗം കൂടി വന്നിരിക്കുന്നത്. അതായത് സർക്കാർ സ്വീകരിക്കുന്ന സമീപനം സ്വീകാര്യമാണ്, അവർ ഞങ്ങളെ കേൾക്കുന്നു, ഇതിലെന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത് എന്ന് പറയണം എന്ന തരത്തിലാണ് സമസ്തയുടെ മുഖപത്രത്തിലെ ലേഖനം. എന്നാൽ ഇതിനോട് ഇപ്പോൾ കാര്യമായിട്ട് പ്രതികരിക്കാതെ കൂടിയാലോചനകളൊന്നും ഇതിൽ നടന്നിട്ടില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു KPCC പ്രസിഡന്റ് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ലീഗാണെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. ഓരോ മേഖലയിൽ നേരത്തെ തന്നെ ഈ വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഖ്യം ചേരലിനെ, സമസ്തയിൽ നിന്നുള്ള എതിർപ്പിനെ കുറിച്ച് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഈ എതിർപ്പ് ഭിന്നിപ്പ് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ LDF-ന്റെ ഭാഗത്തു നിന്നും നല്ലപോലെ നടക്കുന്നുമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സ്കൂൾ സമയമാറ്റം കൂടി LDF-ന് അനുകൂലമാവുന്ന തരത്തിലുള്ള അഭിപ്രായവുമായി സമസ്തയുടെ മുഖപത്രം രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് പ്രതിപക്ഷം എങ്ങനെ, അതായത് UDF ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും, അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ പ്രചരണം തീരാൻ 3 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ നാളെ പ്രിയങ്ക ഗാന്ധി എത്തിച്ചേരുന്നു.
PV അൻവറിന് വേണ്ടി യൂസഫ് പത്താൻ എത്തിച്ചേരുന്നു. മുഖ്യമന്ത്രി നാളെയും മണ്ഡലത്തിൽ തുടരുന്ന സാഹചര്യം. അത്തരത്തിൽ പ്രചരണത്തിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ആവേശത്തിൻ്റെ കൊടുമ്പിരിയിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നണികളുള്ളത്. ഏതെല്ലാം വിഷയങ്ങൾ ചർച്ചയാകുമെന്ന ചോദ്യത്തിന് രാഷ്ട്രീയത്തിലെ എല്ലാ വിഷയവും ചർച്ചയാകുമെങ്കിലും വികസനം മുൻനിർത്തിയാണ് LDFന്റെ വോട്ട് ചോദിക്കൽ. അതേസമയം വികസനത്തിൻ്റെ കാര്യത്തിലല്ല, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി തന്നെയാണ് നിലമ്പൂരിൽ UDFന്റെ പ്രചരണവും പുരോഗമിക്കുന്നത്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. വയനാട് ദുരന്തത്തിൽ അടക്കം കേന്ദ്ര സർക്കാർ സമീപനം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യും. M. സ്വരാജ് നിയമസഭയിലെത്താൻ കാത്തിരിക്കുകയാണെന്നും റവന്യൂ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. നല്ലതുപോലെ അറിയുന്ന ഒരു നാടാണിത്. ദുരന്ത ഭൂമിയിൽപ്പെടുന്ന ഒരാൾക്ക് പോലും ഒരു രൂപ പോലും കൊടുക്കാതെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരായിട്ടുള്ള ഒരു ജനമനസാക്ഷിയുടെ ഉണർവുണ്ടാകും. സ്വാഭാവികമായിട്ടും അതുണ്ടാകും. അവരൊറ്റപ്പെടുത്താതെ ചേർത്ത് നിർത്തി ഈ ഗവൺമെന്റിനോട് അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയം, വികസനവും മതനിരപേക്ഷതയുമാണ് ചർച്ചയായി വരേണ്ടതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയമാകും. സുരാജും അങ്ങൊക്കെ ഒരുമിച്ചാണ് നിയമസഭ 2016 വരുന്നത്. വീണ്ടും സുരാജിന്റെ കൂടെ നിയമസഭയിൽ മാത്രമല്ല, അരുണറിയാവുന്നതുപോലെ അടികൊള്ളുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നിരാഹാരം കിടക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, ജയിലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, നിയമസഭയിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. കേരളത്തിന്റെ നിയമസഭയും കേരളത്തിലെ മനുഷ്യരും കാത്തിരിക്കുകയാണ് നിയമസഭയിലേക്കുള്ള സ്വരാജിന്റെ ഒരു എൻട്രിക്ക് വേണ്ടി. 23 വരെ കാത്തിരിക്കണം, അത്രേ പ്രയാസമുള്ളൂ. ശബ്ദരേഖാ വിവാദത്തിൽ പ്രതികരിച്ച് ബിനോയ് വിശ്വം. ഞാൻ അറിയുന്ന നേതാക്കൾ അങ്ങനെ പറയില്ല. പാർട്ടിയുടെ അച്ചടക്കത്തെ ലംഘിക്കുന്നവരല്ല അവരെന്നും മാപ്പ് പറഞ്ഞ കാര്യം തനിക്ക് അറിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒരിക്കലും ഞാൻ അറിയുന്ന ദിനകരനോ അറിയുന്ന കമലയോ അങ്ങനെ പറയില്ല. ഞങ്ങളെല്ലാം തമ്മിൽ എപ്പോഴും നല്ല ബന്ധമുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യബോധമുണ്ട്, കമ്മ്യൂണിസ്റ്റ് സ്നേഹബന്ധങ്ങളുണ്ട്. പാർട്ടിക്ക് പ്രതിസന്ധി ഒരുപാട് കൊല്ലങ്ങളായിട്ട് പാർട്ടി അറിയുന്നവരാണ് അവർ. അവരൊന്നും പാർട്ടിയുടെ അച്ചടക്കത്തെയോ പാർട്ടി മൂല്യങ്ങളെയോ ലംഘിച്ചുകൊണ്ട് ഒരിഞ്ച് പോകുന്നവരല്ല. ഇതേപ്പറ്റി എന്തെല്ലാം പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഒറ്റ വാക്ക് പറയില്ല. എന്നാൽ ഓഡിയോ വിവാദത്തിൽ താൻ ഖേദപ്രകടനം നടത്തിയിട്ടില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ പ്രതികരിച്ചു. അതേസമയം ഓഡിയോ വിവാദത്തിൽപ്പെട്ട CPI എറണാകുളം ജില്ലാ സെക്രട്ടറി KM ദിനകരനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദനും CPI എറണാകുളം മണ്ഡലത്തിൽ ബിനോയ് വിശ്വത്തിനൊപ്പം ഒരേ വേദിയിലെത്തി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിശ്വം പോരെന്നായിരുന്നു പുറത്തുവന്ന ശബ്ദരേഖയിൽ ഇരുവരും പറഞ്ഞത്. നടുക്കം മാറാതെ രാജ്യം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. AAIBക്ക് പുറമെ അന്വേഷണത്തിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിദഗ്ധ സമിതിക്ക് രൂപം നൽകി. അതിനിടെ എയർ ഇന്ത്യ പൈലറ്റിന്റെ അവസാന സന്ദേശം പുറത്തുവന്നു. മെയ്ഡേ എന്ന് പറയുന്നതാണ് സന്ദേശം. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലെത്തി. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഇന്നലത്തെ DGCയുടെ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് പക്ഷി ഇടിച്ചതോ ഭാരക്കൂടുതലോ ഒന്നുമല്ല. ടെക്നിക്കൽ എററുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നില്ല. എന്താണ് കാരണം എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമല്ലേ? മറ്റ് വിവരങ്ങൾ, പരിശോധനകൾ എങ്ങനെയാണ്? രഞ്ജിത്ത്, ദുരന്തം നടന്ന 3 ദിവസമായിരിക്കുന്നു. പക്ഷെ അതിന്റെ കാരണത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. ഏതായാലും പരിശോധനയും അന്വേഷണവും നടക്കുകയാണ്. പ്രത്യേകിച്ച് നേരത്തെ അന്വേഷണം നടത്തിയിരുന്നത്, ആദ്യ ദിവസം തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നത് AAIB ആണ്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ്. അതിന് പുറമെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ അപകടത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഈ സമിതി പരിശോധിക്കും. ഇതിന് പുറമെ നിലവിലെ നടപടിക്രമങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പാകപ്പിഴകളുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ വേണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഈ സമിതി സമർപ്പിക്കും. ഏതായാലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ സമിതിക്കാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം
മന്ത്രാലയം രൂപം നൽകിയിട്ടുള്ളത്. വ്യോമയാന മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം രാവിലെ ചേരുകയുണ്ടായി. 1:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നിലവിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികളടക്കം വ്യോമയാന മന്ത്രി വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്ന് പുറത്ത് വന്നിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശത്തിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 5 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ശബ്ദ സന്ദേശം, അവസാനമായി പൈലറ്റ് അയച്ച സന്ദേശമാണ് ഇത്. എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് അയച്ച സന്ദേശം. അതിൽ പറയുന്നത് വിമാനം കുതിക്കാൻ സാധിക്കുന്നില്ല, താഴേക്ക് പോകുന്നു എന്ന കാര്യമാണ് ഈ 5 സെക്കൻഡ് സന്ദേശത്തിൽ പറയുന്നത്. ഏതായാലും NST അടക്കമുള്ള സംഘങ്ങൾ ഇതിനോടകം തന്നെ അഹമ്മദാബാദിലുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടന്ന തെരച്ചിൽ ഒരു മൃതദേഹം കണ്ടെത്തി. അതായത് വിമാനത്തിന്റെ ഏറ്റവും പുറകുവശത്ത് നിന്നാണ് ഒരു എയർ ഹോസ്റ്റസിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും DNA പരിശോധന അടക്കം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രാവിലെ 7 മണിയോടുകൂടി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. DNA സാമ്പിളിന് ഉള്ള രക്തസാമ്പിളുകളൊക്കെ തന്നെ ഇതിനോടകം തന്നെ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ 72 മണിക്കൂർ എടുക്കുമ്പോൾ DNA പരിശോധന ലഭിക്കാൻ. അങ്ങനെയെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. രഞ്ജിത്ത്. ശരി രാകേഷ്. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാനങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുറത്തുവരുന്നത് കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ്. രാജ്യത്ത് പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നതിൽ 1-ാം സ്ഥാനത്തുള്ള എയർ ഇന്ത്യ കഴിഞ്ഞ 2 വർഷത്തിൽ നേരിട്ടത് നിരവധി നടപടികളും പിഴകളും. നഷ്ടത്തിൽ മുടിഞ്ഞ എയർ ഇന്ത്യയെ ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ ഏറ്റെടുത്തതെങ്കിലും DGCAയുടെ തല്ലുകൊള്ളാനേ എയർ ഇന്ത്യക്ക് നേരമുണ്ടായുള്ളൂ. വലിയ നഷ്ടത്തിൽ പോയിരുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലെത്തിക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ ഏറ്റെടുക്കുന്നത്. എന്നാൽ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. രാജ്യത്ത് പറക്കുന്ന പഴക്കമേറിയ വിമാനങ്ങളിൽ 43 എണ്ണം എയർ ഇന്ത്യയുടേതാണ്. പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്ന കാര്യത്തിൽ എയർ ഇന്ത്യയാണ് 1-ാമത്. ഇതിനു പുറമെ വിമാനത്തിന്റെ പ്രവർത്തനത്തിലെ വീഴ്ച, സുതാര്യതയില്ലായ്മ, കോക്പിറ്റിലെ അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിൽ DGCA എടുത്ത നടപടികൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരനെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയിൽ $35,000 2023 ജനുവരിയിൽ എയർ ഇന്ത്യ പിഴയൊടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത മാസം വിമാനത്തിന്റെ കോക്പിറ്റിൽ സുഹൃത്തിനെ കയറ്റിയതിന് പൈലറ്റിനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതേ വർഷം ജൂണിൽ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം എഞ്ചിൻ തകരാർ കാരണം കിഴക്കൻ റഷ്യയിൽ ഇറക്കേണ്ടി വന്നു. പിന്നീട് 2024 ജൂലൈ മാസം ഇതേ റൂട്ടിൽ വീണ്ടും വിഷയമുണ്ടായി. അന്ന് കാർഗോ ഹോൾഡ് ഏരിയയിലായിരുന്നു പ്രശ്നം. പൈലറ്റുമാർക്ക് വിശ്രമം നൽകാതെ ജോലിക്ക് നിയോഗിച്ചതിന് 80 ലക്ഷം രൂപ എയർ ഇന്ത്യ DGCAക്ക് പിഴയൊടുക്കേണ്ടി വന്നത് 2024 മാർച്ചിലാണ്. 2025 ആവശ്യമായ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും പൂർത്തിയാക്കാത്ത പൈലറ്റിനെ പറക്കാൻ അനുവദിച്ചതിന് 30 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്നു. സ്വകാര്യവൽക്കരിച്ചിട്ടും എയർ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ ഈ കെടുകാര്യസ്ഥതയാണെങ്കിൽ എയർ ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയെ സമൂഹമാധ്യമത്തിലൂടെ അപമാനിച്ചതിന് സസ്പെൻഡ് ചെയ്ത ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ കർശന നടപടി ഉണ്ടായേക്കും. കേരള സർവീസ് റൂളിന് ഘടകവിരുദ്ധമായി തുടർച്ചയായി പ്രവർത്തിച്ചതാണ് ഇയാൾക്ക് കുരുക്കാവുക. ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പവിത്രനെ ഇന്നലെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തിരുന്നു. സർവീസിൽ നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമാണ്. സംസ്ഥാനത്ത് മഴ അതിശക്തമായി തുടരുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ 5 വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം പെരുമാതുറയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് 2342.6 അടിയായി. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ശക്തമായ മഴയാണ്, എല്ലാ ജില്ലകളിലും അലേർട്ടുണ്ട്. എന്താണിപ്പോൾ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എത്ര ദിവസം കൂടി മഴ തുടരും? രഞ്ജിത്ത്, അടുത്ത 18-ാം തീയതി വരെ അതിശക്തമായ മഴയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. 17-ാം തീയതി വരെ വിവിധ ജില്ലകൾക്ക് റെഡ് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 18-ാം തീയതി വരെ ഓറഞ്ച് അലേർട്ടുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എന്തായാലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ 5 ജില്ലകൾക്കാണ് ഇന്ന് റെഡ് അലേർട്ട്. നാളെയും ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് തുടരും. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും
ഓറഞ്ച് അലേർട്ടുമാണ്. നാളെ 5 ജില്ലകൾക്ക് റെഡ് അലേർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടും. അതായത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെയായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം സംസ്ഥാനത്ത് ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയതിനോടൊപ്പം തന്നെ ശക്തമായ കാറ്റുണ്ടായിരുന്നു. അതാണ് നിരവധി നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചതും. ആ ഒരു സാഹചര്യം തന്നെ വീണ്ടും വരുന്നു എന്നതാണ്. അതായത് സംസ്ഥാനത്ത് കാറ്റ് ശക്തമാകുന്നു. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ഒപ്പം തന്നെ പടിഞ്ഞാറൻ കാറ്റ് അത് ശക്തമാവുകയാണ്. ഒപ്പം പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. വടക്കോട്ടേക്ക് പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായി അടുത്ത ദിവസങ്ങളിൽ മഴ കനക്കും, ശക്തമായ കാറ്റുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബെസേലിയോസ് മാർത്തോമ മാത്യു തൃതീയൻ കാതോലിക്ക ബാവ. മദ്യം സുലഭമാക്കുന്ന നയം അപലപനീയമാണ്. സർക്കാരിന്റെ കണ്ണ് പണത്തിൽ മാത്രം. ലഹരിയുടെ കാര്യത്തിൽ സർക്കാർ ബോധവൽക്കരണം നടത്തിയാൽ മാത്രം പോരെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ ഉൾപ്പെട്ട 3 പേർക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന കെ ഷൈജിത്ത്, കെ സനിത്, പെൺവാണിഭ കേന്ദ്രത്തിന് നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുക. മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പിന്നിൽ പോലീസുകാരായ ഷൈജിത്തും സനിത്തുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവും പിടിയിലായ ഇടപാടുകാരും ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ എത്തിയിരുന്നതായും കണ്ടെത്തി. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതോടെയാണ് 2 പേരും ഒളിവിൽ പോയത്. പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓണായിരുന്നുവെങ്കിലും ഇന്ന് സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും പ്രതികൾ നടത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ വട്ടോളി ബസാർ സ്വദേശി അമീഷ് കുമാറും പ്രതികൾക്കൊപ്പമുണ്ടെന്നാണ് സൂചന. ഒരാഴ്ച മുമ്പാണ് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകളും അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കേന്ദ്രത്തിന്റെ ഉടമകളായ പോലീസുകാരിലേക്ക് എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 9320, പവന് 74,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7670, പവന് 61,360. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സകലമാന കേരളം കാണാം. നമസ്കാരം.